എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു സെക്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും പുതിയൊരു ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാര്യം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പുതുതായിട്ട് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്താണ്, കുവൈറ്റിൻ്റെ ഭാഗത്തുള്ള കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, പിന്നെ നിങ്ങൾ അതുപോലെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി അയക്കാൻ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രകാരം കുവൈറ്റ് എമോച്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പേർക്ക് ഒരു മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. പക്ഷേ എല്ലാ കോളേജുകാരും അത് നമുക്ക് ഇഷ്യൂ ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങി നമുക്ക് കുവൈറ്റ് എമോച്ചിലോട്ട് മാത്രമാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നത്. കാര്യം ഇവിടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ നഴ്സുമാരെയും തരംതിരിക്കുന്നത്. എ ഗ്രേഡ് നഴ്സ്, ബി ഗ്രേഡ് നഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തരംതിരിക്കുന്നത് ആ ഒരു ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ മാനദണ്ഡത്തിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ, അതായത് GNM ആണെങ്കിൽ 3.5 വർഷത്തെ കോഴ്സിൻ്റെ, അല്ലെങ്കിൽ BSc ആണെങ്കിൽ എത്ര വർഷത്തെ കോഴ്സായിരുന്നു, ആ കോഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എത്ര ടോട്ടൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പല ആൾക്കാർക്കും ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് പഠിച്ചിറങ്ങിയതിന് ശേഷം കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, ആരും മേടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും കമ്പൽസറി അല്ലാത്തതുകൊണ്ട് നമ്മളാരും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രേഡിംഗ് സെറ്റിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കോളേജുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു, അവർ സബ്മിറ്റ് ചെയ്തു. അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിലും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആ രീതിയിലൊക്കെ നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തു. എല്ലാവരും ജോയിൻ ചെയ്തു. ഒരു പ്രശ്നവും ഇല്ല, യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല, എല്ലാവരും ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ എംബസി ഉണ്ട്. അതായത് കുവൈറ്റിലുള്ള നമ്മുടെ ഇന്ത്യൻ എംബസിയിലെ, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു BLS എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ പോയി നമ്മൾ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ എംബസിയുടെ ലെറ്റർ പാഡിലേക്ക് മാറ്റിയതിന് ശേഷം അവർ സീലും സൈനൊക്കെ ചെയ്തു തരും. അതിനൊരു 2 ദിവസത്തെ പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും. നമ്മുടെ കുവൈറ്റിലോട്ട് എവിടെയാണോ ലോക്കൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത് അവിടെ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു. അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കോളേജിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് നമ്മൾ മറ്റുള്ള സർട്ടിഫിക്കറ്റ്, നമ്മുടെ SLC +2, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ മോഫ സ്റ്റാമ്പിംഗ്, മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ മോഫ സ്റ്റാമ്പിംഗ് ചെയ്തതിന് ശേഷമാണ് BLSൽ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർത്തിരിക്കുക, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്ന് കരുതി വേറൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റിലെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നേരത്തെ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അടക്കമുള്ളവർ ആദ്യമേ കിട്ടാത്തത് കൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം കോളേജിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവർ നമുക്ക് ഇഷ്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് കുറേയൊക്കെ മാറ്റങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്രയായിരുന്നു ടോട്ടൽ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജിലുള്ള മാർക്കല്ല ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണോ ട്രാൻസ്ക്രിപ്റ്റിലുള്ള ആ ഡീറ്റെയിൽസ് തന്നെ വേണം ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കാൻ എന്നുള്ള കാര്യമാണ്. അതായത് ടോട്ടൽ മാർക്കൊക്കെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർ 3-4 കാറ്റഗറികൾ പറയുന്നുണ്ട്, ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കുവൈറ്റ് എമോച്ചിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ഗ്രേഡ്സ് ക്ലാസ് ഇൻ ട്രാൻസ്ക്രിപ്റ്റ്. If you transcript already mentioned class, example second class, first class,
or grade A, B, etc., then the same can be mentioned in the grading certificate എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സെക്കൻഡ് ക്ലാസ് എന്നോ ഫസ്റ്റ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഗ്രേഡ് എ എന്നോ ബി എന്നോ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്തും മെൻഷൻ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിരുന്ന കുറേ ആൾക്കാരുടെ എല്ലാം ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വെറി ചെയ്യേണ്ടതായിട്ട് വരും. എന്താണോ ട്രാൻസ്ക്രിപ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ മെൻഷൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ഇഫ് നോ ക്ലാസ് ഓർ ഗ്രേഡ് ഈസ് മെൻഷൻഡ് ഇൻ ദി ട്രാൻസ്ക്രിപ്റ്റ്, ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് അത് മെൻഷൻ ചെയ്തു എന്ന് വരത്തില്ല. ഡു നോട്ട് ആഡ് ABC ഇൻ ദി ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്. ഇൻ സച്ച് കേസസ് മെൻഷൻ ഓൺലി ദ ടോട്ടൽ പെർസെൻറ്റേജ് ഓവറോൾ ആൻഡ് ക്ലിയർലി സ്പെസിഫൈ ഗുഡ്, വെരി ഗുഡ് ഓർ എക്സലൻറ്റ്. അതായത് ഏതെങ്കിലും തരത്തിൽ ABC എന്ന് പറഞ്ഞിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും ABC എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേഡ് നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഗ്രേഡ് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതിൻ്റെ അകത്ത് ഗുഡ്, വെരി ഗുഡ് ഓർ എക്സലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് പറയുക. അത് കോളേജുകാർ തന്നെ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ചെയ്തു തരും. കുവൈറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഇൻ കുവൈറ്റ് ഗ്രേഡ് ലൈക്ക് ABC Indian Embassy are not followed. Kuwait recognize only good, very good, excellent. That's why the BLS and authorities are strictly insisting on this times meet Kuwait University rules. Okay. അതായത് ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ് ഈ മൂന്ന് രീതിയിലുള്ള സംഭവം മാത്രമേ എന്താണ് നമ്മുടെ ഇവിടുത്തെ കുവൈറ്റ് എംബസി ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അല്ലാതെ താഴെ അതിനകത്ത് എബോ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ അലൗഡ് ചെയ്യത്തില്ല. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വേണം നമ്മുടെ കോളേജിൽ നിന്ന് മെൻഷൻ ചെയ്ത് മേടിക്കാൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഫോർ ദ ഗവൺമെൻറ് പ്രൊഫഷണൽ ജോബ്സ് ഇൻ കുവൈറ്റ് ഈസ് എലിജിബിൾ ഫോർ ദ ഗവൺമെൻറ് പ്രൊഫഷണൽ ജോബ്സ്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഗുഡ്. എനിത്തിങ് ബിലോ ഗുഡ് മേ ബി ക്വസ്റ്റൻ റിജക്ഷൻ. അതായത് ഗുഡിന് താഴെയുള്ളത് റിജക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ട്രാൻസ്ക്രിപ്റ്റ് വിത്തൗട്ട് മാർക്സ്. ഇഫ് യുവർ ട്രാൻസ്ക്രിപ്റ്റ് ഡസ് നോട്ട് ഷോ മാർക്സ്, only clinical hours, subject, etc., you must obtain a new transcript with the marks issued by the college or board university. This is mandatory for grading certificate acceptance. അതായത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ മാർക്സ് ഷോ ചെയ്യുന്നില്ല എങ്കിൽ യു മസ്റ്റ് ഒബ്റ്റെയിൻ എ ന്യൂ ട്രാൻസ്ക്രിപ്റ്റ്. നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അകത്ത് മാർക്ക് ഇത് ചെയ്യാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലിനിക്കൽ അവേഴ്സ്, സബ്ജക്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ട് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ ട്രാൻസ്ക്രിപ്റ്റും കൂടെ ഇഷ്യൂ ചെയ്ത് മേടിക്കാനായിട്ട് ഓർക്കുക. കോളേജിൻ്റെ ഭാഗത്തുനിന്ന് പറയുക നമുക്ക് ഇതേപോലെ കുവൈറ്റിലോട്ട് പോകാനായിട്ടുള്ളതാണ്, കുവൈറ്റ് ഗവൺമെൻറ് ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ക്രിപ്റ്റ് വേറെ മേടിക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലീസ് വെരിഫൈ ഓൾ ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി ബിഫോർ സബ്മിഷൻ ടു അവോയ്ഡ് റിജക്ഷൻ ആൻഡ് റിപ്പീറ്റഡ് വിസിറ്റ് ടു BLS എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ മോഫ സ്റ്റാമ്പിങ് ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം മോഫ സ്റ്റാമ്പിങ് ചെയ്യാനായിട്ട് പോകണം. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് BLS പോയി സബ്മിറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് കോളേജിൻ്റെ പുറകെ പോകേണ്ടതായിട്ട് വരും. അത് വളരെ പണിപ്പെട്ട പടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാര്യം നമ്മൾ വേറൊരു രാജ്യത്തോട്ടാണ് വരുന്നത്. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റുള്ള നമ്മൾ ചിലപ്പോൾ പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കാം, അല്ലെങ്കിൽ കർണാടക, ബെല്ലാരി പോലുള്ള സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആന്ധ്രയിലായിരിക്കാം, ചിലപ്പോൾ ഡൽഹിയിലായിരിക്കാം. പല പല സ്ഥലങ്ങളിൽ പല പല സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ കൂടുതൽ വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്റ്റ്, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നടക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതെല്ലാം മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പുതിയ അപ്ഡേറ്റ് ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ്, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തീർച്ചയായിട്ടും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് കിട്ടിയെന്ന് വരത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് വൺസ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് ഇരിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന
വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം തന്നെ നിങ്ങൾ ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനകത്ത് എന്തെങ്കിലും ഇവർ പറയുന്ന ഫോർമാറ്റിലല്ല കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് റിജക്ഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ പുതിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.